നേരം അന്ന് സംസാരിക്കേണ്ടത്. ഇതേ അനുഭവം സുജാത ടീച്ചർ വേറൊരു വിധത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. സുജാത ടീച്ചർ പട്ടാമ്പി കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്താണ് വിജയനെ അങ്ങോട്ട് വിളിച്ചു. വളരെ ആ യാത്രയൊക്കെ ടീച്ചർ വളരെ രസകരമായിട്ട് പറയും. വിജയന്റെ പേടി, പരിഭ്രമം, മെല്ലെ പോകും, പതുക്കെ പോകുന്നു പറയുന്ന കാർ ഡ്രൈവറോടുള്ള ശാസനകൾ. അങ്ങനെ പട്ടാമ്പിയിലെത്തി. സദസ്സ് തിങ്ങി നിറഞ്ഞ സദസ്സാണ് പട്ടാമ്പിയിലെ. വിക്ടോറിയയിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ഇടതിങ്ങിയ സദസ്സ്. ഈ നിൽക്കാനിരിക്കാനും സ്ഥലമില്ലാതെ ആളുകളൊക്കെ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത്. OV വിജയൻ ഇരുന്നു, കസേരയിലിരുന്നു. സുജാത അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. സംസാരിക്കാൻ ക്ഷണിച്ചത് ഇങ്ങനെയായിരുന്നു: ഇനി അദ്ദേഹം നമ്മുടെ കുട്ടികളോട് സംസാരിക്കും എന്നായിരുന്നു. OV വിജയൻ എഴുന്നേറ്റ് വന്നു, നിന്നിട്ട് പറഞ്ഞു, കുട്ടികളോടൊക്കെ ഞാൻ എന്ത് സംസാരിക്കാനാണ്. അദ്ദേഹം തിരിച്ചുപോയി സീറ്റിലിരുന്നു. കുട്ടികളോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് തിരിച്ചുപോയി അദ്ദേഹം സീറ്റിലിരുന്നു. സുജാത പറയുന്നത് എന്നെ ചങ്കിടിച്ചു. പട്ടാമ്പിയാണ് സ്ഥലം, ചെങ്കോട്ടയാണ്. ഈ ചെങ്കോട്ട വിജയനെ സസ്പീഷ്യസ് ആയിട്ട് നോക്കുന്ന ഒരു കാലവുമാണ്. ആ സമയത്ത് ഇമാതിരി ധിക്കാരം കാട്ടിയാൽ എന്തായിരിക്കും പ്രതികരണം എന്ന പേടിയോടുകൂടി അത് വളരെ സരസമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ടീച്ചർ അവിടെ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥികളോട് സംവദിക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമെന്നാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനല്ല, കുട്ടികൾ ഇഷ്ടമുള്ള ചോദിക്കുക, ആ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയും എന്നാണ്. അത്ഭുതകരമായ രീതിയിൽ കുട്ടികളുടെ തുരുതുരായുള്ള ചോദ്യങ്ങൾ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരുന്നു. അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതിഷേധമായിട്ടും പലതരത്തിലുള്ള. പട്ടാമ്പിയാണ് സ്ഥലം, ആലോചിച്ചോളൂ. എങ്ങനെയാണ് വിജയനെ പോലെയുള്ള ഒരു എഴുത്തുകാരനെ വിലയിരുത്താൻ വേണ്ടി ചോദ്യശരങ്ങൾ വരിക എന്നുള്ളത്. അതിന് മുഴുവനും അദ്ദേഹം മറുപടി പറഞ്ഞ പ്രസംഗത്തെക്കാളൊക്കെ എത്രയോ ഇരട്ടി വലിയൊരു സംഭവമാണ് നടന്നതായിട്ട് ടീച്ചർ പറയുന്നത്. ഞാൻ എൻ്റെ ഊരുകാവൽ എന്ന് പറയുന്ന നോവലിന് OV വിജയൻ പുരസ്കാരം ലഭിച്ചിട്ട് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിൽ ചെന്നു. പരിപാടിക്ക് മുമ്പ് OV വിജയന്റെ വീട് കാണാൻ വേണ്ടി പോയി. OV വിജയൻ താമസിച്ചിരുന്ന വീട്. അന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു റിലേറ്റീവ്, താമസിക്കുക വന്നു പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു റിലേറ്റീവ്, ആ സ്ത്രീ പറഞ്ഞു, ഇത് വിൽക്കാൻ പോവാണ്, ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇത് നിലനിർത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം കേരളത്തിന് മാത്രം അല്ല OV വിജയൻ, ഇവിടെ മാത്രമല്ല, അദ്ദേഹം ഇരിക്കുന്ന ഇടത്തൊക്കെ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വീട് വിൽക്കാതെ കണ്ട് നോക്കണം. ഏറെക്കാലം അദ്ദേഹം ഇവിടെ താമസിച്ചതാണ്. അത് എല്ലാവരോടും അവർ പറയുന്നുണ്ടായിരുന്നു. അത് വിറ്റുവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം അത് വിൽക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അന്ന് ഞാൻ കേട്ടത്. അന്ന് അദ്ദേഹം കിടന്നിരുന്ന മുറിയുടെ, വളരെ ലളിതമായ ആ ഒരു മുറിയുടെ ചുവരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള OV വിജയന്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ ഏറെ നേരം നിന്നു. ഞാൻ ഒരു ഇടനാഴിയുണ്ട്, വീട്ടിലേക്ക് പുറത്തുകൂടെ കടന്നു വരാവുന്ന ഒരു ഇടനാഴി. ആ ഇടനാഴിയുടെ വാതിക്കലും വിജയൻ അങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. വിജയന്റെ പടങ്ങൾ ആ ഇടനാഴിയുടെ ഗ്രില്ല് ഗ്രേറ്റിനെ വളരെ ഉചിതമായ ഒന്നായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു. ആ ഒരു ഓർമ്മ, ആ വീട്, ഒഴിഞ്ഞ വീട്, വിജയനില്ല, ആരുമില്ല, വിൽക്കാൻ പോകുന്ന വീട്, അത് പിടിച്ചു നിർത്തണമെന്ന് പറയുന്ന അവിടെയുള്ള ആളുകളുടെ ആഗ്രഹം, ഈ അവാർഡ് കമ്മിറ്റിയുടെ ആഗ്രഹം, അതൊക്കെ കൂടിയിട്ട് വല്ലാത്തൊരു മനസ്സിനൊരു കലക്കമാണ് എനിക്ക് അന്ന് ആ സന്ദർഭത്തിൽ ഉണ്ടായത്. പിന്നെയുള്ള എൻ്റെ ഓർമ്മ വളരെ വിഷമമുള്ളതാണ്. OV വിജയനെ പാർക്കിൻസൺസ് അസുഖമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയും ചെയ്തപ്പോൾ 15 കൊല്ലത്തോളം പാർക്കിൻസൺസ് രോഗത്തിന് അടിമപ്പെട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡ് സദവ് ജോസഫ് അദ്ദേഹത്തിൻ്റെ അതേ മുഖഛായയാണ് OV വിജയനെ എനിക്ക് തോന്നിയത്. ആ ഭാവം, പാർക്കിൻസൺസ് രോഗം ബാധിച്ച മുഴുവൻ മനുഷ്യർക്കും ഒരേ ഭാവമായിരിക്കും. കാരണം തലച്ചോറിലെ സെല്ലുകളെയാണ് അത് നശിപ്പിക്കുന്നത്. അവിടെ നഷ്ടപ്പെടുന്ന എന്തോ ഒന്ന് ഉണ്ട്. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഋഷിതുല്യമായ ഒരു ശാന്തഭാവത്തിലാണ് ഇരിക്കുക. ആ ഭാവം എനിക്ക് നിരന്തര പരിചയമായിരുന്നു.
ഉഷയോട് മറ്റും സംസാരിച്ചപ്പോൾ, ഉഷയോട് സുജാത ടീച്ചറോട് സംസാരിച്ചപ്പോൾ ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഭയം എന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഒരു അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് രാത്രികളിൽ പാമ്പ് ഇറങ്ങി വരുന്നു, തട്ടിൻ്റെ മുകളിൽ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ആ പാമ്പ് ഇഴഞ്ഞു വരുന്നു, എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കരയുന്ന സർദാർ ജോസഫ് എണ്ണയാണ്. ഞാൻ എന്നിട്ട് രാത്രിയിൽ ഇല്ലാത്ത വടിയെടുത്തിട്ട് ഇല്ലാത്ത പാമ്പിനെ തല്ലിക്കൊല്ലും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഭയം, ആരെയും വിശ്വാസമില്ലായിരുന്നു, ഭയങ്കരമായ പരിഭ്രാന്തി, കയ്യെ ചലിപ്പിക്കാൻ വയ്യ. അവസാനം ആകുമ്പോഴേക്കുമുള്ള ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. വിജയൻ്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും ഞാൻ അതിനെ താരതമ്യം ചെയ്തിരുന്നത് അദ്ദേഹവുമായിട്ടാണ്. വിജയനെ പറ്റിയിട്ട് ഒരുപാട് ഇവിടെ സംസാരിക്കപ്പെടും, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു വിഷാദാത്മകതയുടെയും മുകളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നത് സത്യത്തിൽ തന്നെക്കുറിച്ചുള്ള ഭീതി ആയിരുന്നില്ല, ഹിംസാത്മകമായ ഈ ലോകത്തെക്കുറിച്ചുള്ള ഭീതിയായിരുന്നു. ലോകത്തിൻ്റെ പെരുകി വരുന്ന ഹിംസ, അത് ഒരു ബുദ്ധിജീവി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതുണ്ടാക്കിയിട്ടുള്ള വലിയ അസ്വസ്ഥത, വലിയ ആശങ്ക, വലിയ പരിഭ്രാന്തി, അതിനെ മറികടക്കാൻ കഴിയായിക, അതിൻ്റെ നിസ്സഹായ അവസ്ഥ, ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും അതുപോലെയുള്ള മറ്റു പല നിസ്സാരമായ കാര്യങ്ങളിലെ, നിസ്സാരമാക്കാവുന്ന കാര്യങ്ങളുടെ പേരിൽ നടക്കുന്ന കലാപങ്ങൾ, യുദ്ധങ്ങൾ, പലായനങ്ങൾ, സ്വന്തം ദേശത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വരുന്ന ജനങ്ങൾ, ഇതൊക്കെ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ ഉണ്ടാക്കാൻ ഇടയുള്ള വലിയ പരിഭ്രമങ്ങൾ, വലിയ വേദനകൾ, തനിക്കൊന്നും ചെയ്യാനാവില്ല, നിസ്സഹായതകൾ, എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്ത ആ ആത്മാവിൻ്റെ പിടച്ചിലുകൾ. ഈ പിടച്ചിലുകളെ ഒരുപക്ഷെ സമാനമായ കാലഘട്ടത്തിലെ ആറ്റൂര് എഴുതിയതുപോലെ, ഹിംസയെ കുറിച്ചിട്ട് എഴുതിയതുപോലെ, ഉണ്ണുമ്പോൾ ഉരുളയിൽ ചോര, ഞാൻ പെരുവഴി നടക്കുമ്പോൾ ഇറച്ചിയിൽ കാൽ തടഞ്ഞു ഉളുക്കുന്നു. ഇറച്ചിയിൽ കാൽ തടഞ്ഞു ഉളുക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടം ഉണ്ടാക്കിയ ആഘാതം, ആ ആഘാതത്തിന്റെ ഫലമായിട്ടുള്ള ഒരു മഹാവിഷാദം, ആ വിഷാദത്തെയാണ് ഒരുപക്ഷെ OV വിജയൻ പരമാവധി തന്റെ കൃതികളിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചത്. ആ വിഷാദത്തെ ആവാഹിച്ചപ്പോൾ മറ്റ് സമാനമായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരിൽ നിന്ന് വിഭിന്നമായിട്ട് OV വിജയന്റെ നേട്ടം എന്ന് പറയുന്നത് അത് എങ്ങനെ ആവിഷ്കരിക്കണം എന്നുള്ളതിനെ പറ്റി നിഗൂഢമായ സൗന്ദര്യം തുടിക്കുന്ന ഒരു ഭാഷ അദ്ദേഹത്തിന് കണ്ടെത്താനായി. നരേഷിന്റെ ഒരു വലിയ ലോകം, ആ നിഗൂഢമായ സൗന്ദര്യത്തിന് അത് അങ്ങനെ ആവിഷ്കരിക്കണമെങ്കിൽ കസ്രാത്ത് പോലെയുള്ള ഒരു ഗ്രാമപ്രദേശം, ഒരു ചിതലിമല, ഞാൻ ചോദിക്കുന്ന എവിടെ ചിതലിമല ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വലിച്ച് നോവലിലേക്ക് കൊണ്ടുവന്നതാണ്, പ്രദേശത്തെ കാര്യമില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ലോകം, ഖസാത്ത് എന്ന് പറയുന്ന ഒരു ലോകം, ആ നിഗൂഢ ലോകത്തെ ഉണ്ടാക്കിയാൽ മാത്രം 12ഓളം പള്ളികൾ ഉണ്ടായിരുന്ന, പള്ളികളുടെ അവശിഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന, ആയിരക്കണക്കിന് കുതിരകളുടെ കുളമ്പടിയോട് കൂടിയിട്ട് പരിവാരങ്ങളായിട്ട് തന്നെ വരുന്ന അവിടെ ഉള്ള മനുഷ്യര്, ആ മനുഷ്യരുടെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ജീവിതം, അവരുടെ സംശയങ്ങളുടെ നിഷ്കളങ്കത, ആ നിഷ്കളങ്കതയെയും അജ്ഞതയെയും ആവിഷ്കരിക്കാനുള്ള അതിമനോഹരമായ ഒരു നിഗൂഢ സൗന്ദര്യാത്മക ഭാഷ, ആ ഭാഷയുടെ അതിലുള്ള ഒരു ശൈലി, അതുപോലെ തന്നെ പദസംയുക്തങ്ങൾ, അദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പദസംയുക്തങ്ങൾ, ഭാഷകളുടെ ഒരു എന്താ പറയാ, എന്താ പറയാ, താളത്തിന്റെയും ഭാഷയുടെയും ഒരു വലിയ മേളം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു കുഗ്രാമ പ്രദേശത്ത്, തമിഴ്നാടിന്റെ ചേർന്ന് കിടക്കുന്ന തമിഴ് ഭാഷ ഇടകലർന്ന ഈ പ്രദേശത്തെ, ആ കാലഘട്ടത്തിലെ ഈ പ്രദേശത്തെ ഈഴവരും അതുപോലെ തന്നെ മുസ്ലിംസും അതുപോലെ നായന്മാരും ഒക്കെ സംസാരിച്ചിരുന്ന സംസാര ഭാഷയുടെ ചിലമ്പലുകളോട് തൻ്റെ കാവ്യാത്മക ഭാഷയെ ചേർത്ത് വെച്ചുകൊണ്ട് OV വിജയൻ വരുത്തിയ വിസ്മയമാണ് ഒരുപക്ഷെ ഈ വിഷാദത്തെ ആവിഷ്കരിക്കുന്നതിലെ ഖസാത്ത് കൈവരിച്ച നേട്ടം എന്ന് ഞാൻ കരുതുന്നു. അതേസമയം
ഒറ്റ കാര്യങ്ങൾ പറയാനുള്ള ശക്തി എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താറുള്ളൂ. അതേസമയം ആ കാലഘട്ടത്തിലെ 2 കഥാപാത്രങ്ങളെ ഞാനൊന്ന് ഓർത്തു നോക്കാം. ഇതേ വിഷാദം, ഇതേ നിരാശ, ഇതേ അസ്വസ്ഥത, ഒരുപക്ഷെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ദുഃഖം ആ കാലഘട്ടത്തിൽ അനുഭവിച്ച് എഴുതിയിട്ടുള്ള കവികളും നോവലിസ്റ്റുകളും നമുക്ക് ഒരുപാട് പേരുണ്ട്. മുകുന്ദൻ പറയുന്നുണ്ട്, തന്നെ പറ്റി പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നത് ഒരു 3 പേര് എപ്പോഴും പറയുന്ന 3 പേരുകളാണ്. ഒ. വിജയൻ, കാക്കനാടൻ, പിന്നെ മുകുന്ദൻ. അതെപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് എന്ന് മുകുന്ദൻ പറയുന്നു. നിരൂപകരായാലും എല്ലാവരും എടുത്തു പറയുന്നു. മുകുന്ദന്റെ ദാസനും ഖസാക്കിലെ രവിയും തമ്മിലെ ഉള്ള വ്യത്യാസത്തെ കുറിച്ചിട്ട് ഞാൻ ഓർത്തു. മുകുന്ദന്റെ ദാസനെ കുറിച്ചിട്ടും ഒരുപക്ഷെ അരാജകവാദിയാണ്, അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്നവരാണ്, കാലഘട്ടത്തെ വഴിതെറ്റിച്ചവനാണ് എന്നൊക്കെ പരാമർശങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള വായനയില് നേരത്തെ പറഞ്ഞ വിഷാദത്തിൽ നിന്ന് വിഷാദാത്മകതയിലേക്ക്, മൃത്യുഭാസനയിലേക്ക്, വലിയ തളർച്ചയിലേക്ക്, ഒന്നും ചെയ്യാനില്ലായ്മയിലേക്ക്, ലൈംഗികമായ ഒരുതരം അരാജകത്വത്തിലേക്ക് ഒക്കെ പോകാമായിരുന്ന അല്ലെങ്കിൽ പോയില്ലാത്ത ഒരു കഥാപാത്രമാണ് ദാസൻ. രവി വാത്സല്യമാണ് മരണത്തിൽ കാണുന്നത്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് മരണം രവിയെ ദർശിച്ചത്. ദാസൻ മയ്യഴിയുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. മയ്യഴിയുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ദാസൻ സ്വീകരിച്ച വഴി അന്നത്തെ യാഥാസ്ഥിതിക സങ്കല്പങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്നതായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദാസൻ പെരുവഴിയിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് ദാസൻ ദുരൂഹമായ ഇടവഴികളിലൂടെ പോയത്? എന്തുകൊണ്ടാണ് ദാസൻ ധിക്കരിച്ചത്? ദാസൻ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഗവൺമെന്റിനെ തിരസ്കരിച്ചുകൊണ്ട് ദാസൻ തന്റെ ഒറ്റയടി പാതയിലൂടെ പോയത് എന്തുകൊണ്ട്? ദാസൻ എന്തുകൊണ്ട് വിപ്ലവകാരിയായി? ദാസൻ എന്തുകൊണ്ട് വിമോചനം നയിച്ചു? മയ്യഴിയുടെ വിമോചനം എങ്ങനെ സാധ്യമായി? വിമോചനത്തിന് ശേഷം ഉണ്ടായ മഹാശൂന്യത, ആ ശൂന്യതയിൽ വിമോചനത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരും, പങ്കാളികളായിരുന്ന ഓരോരുത്തരും അവരവരുടെ വഴി തേടിപ്പോയി. ദാസൻ മാത്രം പോയില്ല, പോകുന്നില്ല. അവൻ അവിടെ നിൽക്കുകയാണ്. അവൻ ഇനിയും വിമോചനത്തിന്റെ തുടർച്ച ഉണ്ട്. ആ തുടർച്ച സ്വന്തം കുടുംബത്തിലേക്ക് നോക്കുമ്പോഴാണ്. കുടുംബത്തിനകത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തം, സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തം, അവരുടെ അവസ്ഥ, അതിന് വിമോചനം ആവശ്യമാണ്. തന്റെ കാമുകിക്ക് പോലും വിമോചനം ആവശ്യമാണ്. ഈ വിമോചനം എന്ന രീതിയിൽ പറയപ്പെടുന്നില്ല എങ്കിലും ദാസനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് സാംസ്കാരികമായ വിമോചനത്തിന്റെ ഒരു പാതയിലൂടെ പോകണം എന്നുള്ളതാണ്. വിപ്ലവം അങ്ങനെ ഒന്ന് അവസാനിക്കുന്നതല്ല. വിപ്ലവം പരാജയപ്പെട്ടതിന്റെ വ്യഥ കൂടി ആ കാലഘട്ടത്തിലെ അസ്തിത്വവാദികളായിട്ടുള്ള ബുദ്ധിജീവികൾ അനുഭവിച്ചിട്ടുണ്ട്. വിപ്ലവം വിജയിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അസ്തിത്വവാദത്തെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്കറിയില്ല. 2 വഴികളിലാണ് 2 കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, അതേ വിഷാദത്തെ അനുഭവിച്ച അതേ വിഷാദത്തിൽ നിന്ന് നേരെ ഈ പറയുന്നത് പോലെ രവിയെ പോലെ സഞ്ചരിച്ചവൻ, അതേ വിഷാദം അനുഭവിച്ചുകൊണ്ട് ദാസനെ പോലെ സഞ്ചരിച്ചവർ. ഈ 2 പാത ആ കാലഘട്ടത്തിലെ നമുക്ക് കവിതയിലും കാണാവുന്നതാണ്. എന്തായാലും ഒ. വിജയനെ പോലെ മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ഔന്നത്യമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിൽ, അദ്ദേഹത്തിന്റെ ഫിക്ഷനിൽ, അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളിൽ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ കാണുന്നത്. അതിനെപ്പറ്റി വളരെ സവിശേഷമായിട്ടുള്ള പഠനങ്ങളും പേപ്പറുകളും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് ആരുടെ നഷ്ടമാണ് എന്ന ഒരു ചോദ്യത്തിനാണ് നമ്മൾ കൂട്ടായ സമഗ്രമായ നഷ്ടമാണ് ഒ. വിജയന്റെ നഷ്ടം. ഒരു ദാർശനികനായ സന്യാസിയെ പോലെയായ നിഷേധിയായ സന്യാസി എന്ന് സച്ചിദാനന്ദൻ ഒ. വിജയനെ വിശേഷിപ്പിക്കുന്നത്. നിഷേധിയായ സന്യാസി. അങ്ങനെ സമഗ്രമായ ഒരു നഷ്ടത്തിന്റെ മുമ്പിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ
ഓരോ ചരമ ദിനവും ആചരിക്കുന്നത് അദ്ദേഹം